നമ്മെ സഹായിക്കുമാറാകട്ടെ. അതിനാധാരമായി 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 11 അധ്യായം 2 മുതൽ 3 വരെയുള്ള വേദഭാഗങ്ങൾ മുൻപോട്ട് വയ്ക്കുവാനായിട്ട് കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 2 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. പൗലോസ് ഇങ്ങനെ പറയുന്നു: ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹം നിശ്ചയം ചെയ്തിരിക്കുന്നു. എന്നാൽ സർപ്പം ഹവ്വയെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. കർത്താവിന്റെ വയലിൽ വളരെ നന്നായി അധ്വാനം ചെയ്ത, അനേകരെ കർത്താവിലേക്ക് നയിച്ച, അനേക സഭകൾ സ്ഥാപിച്ച, അപ്പോസ്തല ശുശ്രൂഷ ചെയ്ത പൗലോസ് താൻ സ്ഥാപിച്ച കൊരിന്തിലുള്ള ഒരു സഭ, ഏകദേശം 1.5 വർഷത്തോളം തന്നെ അവിടെ താമസിച്ച് താൻ ഒരു സഭ സ്ഥാപിക്കുകയുണ്ടായി. ആ സഭയെക്കുറിച്ചുള്ള തന്റെ ഒരു കൺസേൺ, തന്റെ ഒരു ഭാരം, ആ ദൈവസഭയെ കുറിച്ചുള്ള ഒരു ഭയം താൻ ദൈവസന്നിധിയിൽ പറയുകയാണ്. അതിന്റെ ഇംഗ്ലീഷ് വായിക്കുമ്പോൾ ഗോഡ്ലി ജലസി എന്നാണ് അതിനെ എഴുതിയിരിക്കുന്നത്. ഗോഡ്ലി, ദൈവികമായിട്ടുള്ള ഒരു ജലസി എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ നിന്ന് നിങ്ങൾ അകന്നു പോകുമോ എന്നുള്ള ഒരു ഭയം. വേറൊരു ട്രാൻസ്ലേഷൻ കൊടുത്തിരിക്കുന്നത് ദൈവത്തിന്റെ ഹൃദയത്തിലുള്ള അതേ ഒരു കൺസേൺ, അതേ ഒരു ഭാരം തന്നെ എനിക്കും ഉണ്ട്. ആ കൺസേൺ ആണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അത് മറ്റൊന്നുമല്ല, നിങ്ങളുടെ മനസ്സ് കർത്താവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുകയാണ്. ദൈവത്തോട്, ക്രിസ്തുവിനോട് ഒരു നിർമ്മലത നമുക്കുണ്ട്, ഒരു ഏകാഗ്രത നമുക്കുണ്ട്. അത് ദൈവസഭയിൽ എല്ലാവർക്കും ഉണ്ടായിരിക്കണമെന്ന് പൗലോസ് ആഗ്രഹിക്കുന്നു. എന്നാൽ അത് വിട്ട് ദൈവസഭ വഷളായി പോകുമോ, വെറുതെ മാറിപ്പോകുക എന്ന് മാത്രമല്ല, അതിനകത്തൊന്ന് വഷളായി പോകുമോ എന്നുള്ളൊരു വലിയ ചിന്ത, ഒരാത്മഭാരം ദൈവസഭയെക്കുറിച്ച് പൗലോസിനുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, ദൈവത്തിന്റെ ഒരു കൺസേൺ അഥവാ പൗലോസിന്റെ ഒരു കൺസേൺ സഭയെ കുറിച്ചുള്ളത് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നു. സർപ്പം ഹവ്വയെ ഉപായത്താൽ ചതിച്ചതുപോലെ ക്രിസ്തുവിനോടുള്ള നിർമ്മലതയും ഏകാഗ്രതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന് പൗലോസോട് പ്രാർത്ഥിക്കുകയാണ്. ഈ കൊരിന്ത്യ സഭയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പൗലോസ് ഇത്രയും ഒരു വലിയ ഭാരം ഈ സഭയെക്കുറിച്ച് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, ഈ കൊരിന്തിലുള്ള ആൾക്കാരുടെ ജീവിത രീതി ഒത്തിരി വഷളത്വം നിറഞ്ഞതാണ്. ഇതിന്റെ ചരിത്രം പഠിച്ചിട്ടുള്ളവർക്കറിയാം. കൊരിന്ത് പട്ടണം വഷളത്വത്തിൽ ഏറ്റവും അങ്ങേയറ്റം നിൽക്കുന്ന ഒരു പട്ടണമായിരുന്നു. ആ കാലങ്ങളിലൊക്കെ കൊരിന്തിലുള്ള ആൾക്കാരെ കുറിച്ച് ഒരു പറച്ചിലുണ്ടായിരുന്നത്, കൊരിന്തിനെ പോലെ ബിഹേവ് ലൈക്ക് എ കൊരിന്ത്യൻ എന്ന് പറയുമായിരുന്നു. എന്ന് പറഞ്ഞാൽ കൊരിന്തിലെ ആൾക്കാരെ പോലെ പെരുമാറുക എന്ന് പറഞ്ഞാൽ ഏറ്റവും അധപ്പതിച്ച ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൊരിന്ത്യ വ്യക്തിയെ പോലെ ജീവിക്കുക എന്ന് പറയുന്നത്. അത്രയേറെ സമൂഹത്തിൽ നീചമായി ജീവിച്ചുകൊണ്ടിരുന്ന ഒരു സമൂഹമായിരുന്നു കൊരിന്തിലുള്ള ആൾക്കാര്. അവിടെ അഫ്രോഡൈറ്റ് എന്ന് പറയുന്ന ഒരു ദേവിയുണ്ട്. ആ ദേവിയുടെ ഒരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിൽ 1000-ഓളം ദേവദാസിമാരെ, പ്രോസ്റ്റിറ്റ്യൂട്ടിനെ അവിടെ കീപ്പ് ചെയ്തിരുന്നു. അതുപോലെ വഷളത്വം നിറഞ്ഞൊരു പട്ടണമാണ്. ഈ പട്ടണത്തിൽ നിന്ന് ഒരു കൂട്ടം ആളുകൾ കർത്താവിലേക്ക് വന്നു. സമൂഹത്തിൽ വളരെ നീചമായ രീതിയിൽ ജീവിക്കുകയും ആ ഒരു രീതിയിലുള്ള സംസ്കാരവും കൾച്ചറും ഒക്കെ പ്രാക്ടീസ് ചെയ്ത് വന്ന ആളുകള് ഇപ്പൊ ദൈവസന്നിധിയിലേക്ക് വന്നു. പക്ഷെ പൗലോസ് കുറച്ചു നാൾ കഴിഞ്ഞ് നോക്കിയപ്പോൾ കണ്ട ഒരു കാര്യം, ഇവരെന്താണോ ലോകത്തിൽ പ്രാക്ടീസ് ചെയ്തിരുന്നത് അവരത് തന്നെ ദൈവസഭയ്ക്കകത്തും പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. അവരുടെ ജീവിതത്തിന്റെ മൊത്തത്തിൽ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയോ ക്രിസ്തുവിനോടുള്ള നിർമ്മലതയോ അവരുടെ ഹൃദയത്തിൽ ഇല്ലാതെ വന്നപ്പോൾ ആ ഒരു കാര്യത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ഹവ്വയെ സർപ്പം ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ ഹൃദയവും ദൈവസന്നിധിയിൽ നിന്നുള്ള ഏകാഗ്രതയും നിർമ്മലതയും ഒക്കെ വിട്ടുപോകുമോ എന്ന് ഞാൻ ഭയപ്പെടുകയാണ്. ഈ വേദഭാഗങ്ങളെ വായിച്ചപ്പോൾ എന്റെ മനസ്സിലേക്ക് വന്ന ദൈവാത്മാവ് തന്ന 1-2 ചിന്തകളാണ് ഇന്ന് പകൽ നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുവാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നത്. അന്ന് കൊരിന്ത്യ സഭയെ ചില കാര്യങ്ങൾ, അന്നത്തെ കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട്, അന്നത്തെ സംസ്കാരവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പല കാര്യങ്ങളിൽ അവരുടെ മനസ്സ് വഷളായി പോയിട്ടുണ്ടാകാം. ഹവ്വയെ സംബന്ധിച്ചിടത്തോളം ഹവ്വയുടെ മുമ്പിൽ പിശാച് മറ്റൊരു സ്ട്രാറ്റജി ആയിട്ടാണ് വന്നത്. ഈ വേദഭാഗങ്ങൾ വായിച്ചപ്പോൾ ദൈവാത്മാവിന്റെ ഹൃദയത്തിലേക്ക് തന്നൊരു ചിന്ത, ഇന്നത്തെ നമ്മുടെ കാലഘട്ടവുമായിട്ട് ബന്ധപ്പെടുത്തി ചിന്തിച്ചാൽ ക്രിസ്തുവിനോടുള്ള നിർമ്മലതയും ക്രിസ്തുവിനോടുള്ള ആ ഏകാഗ്രതയും വിട്ട് നമ്മെ ഡൈവേർട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ അതിൽ നിന്ന് നമ്മെ മാറ്റിക്കളയുന്ന എന്തൊക്കെ കാര്യങ്ങളായിരിക്കാം ഇന്ന് നമ്മുടെ ലോകത്തിന്റെ ഗതിയും പോക്കും അനുസരിച്ച് ഇതിനിടയ്ക്ക് വരാൻ സാധ്യതയുള്ളത്. അതിനെക്കുറിച്ച് വേഗത്തിൽ നമ്മൾ 1-2 കാര്യങ്ങൾ ചിന്തിക്കാനായിട്ട് ഞാൻ പോവുകയാണ്. നമ്മൾ ദൈവജനത്തിൽ വായിക്കുമ്പോൾ നമുക്ക് ഒരു കാര്യം കാണാനായിട്ട് കഴിയുന്നത്, ദൈവത്തോടൊരു നിർമ്മല മനസാക്ഷി,
ദൈവത്തോട് മറ്റ് മറ്റിടങ്ങളിലേക്കൊന്നും ഡൈവേർട്ട് ചെയ്തു പോകാത്ത ഒരു ഏകാഗ്ര ഹൃദയം നമ്മുടെ ലൈഫിൽ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ ഉണ്ടായിരിക്കണം എന്നുള്ളത് ദൈവം ആഗ്രഹിക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായ കാര്യമാണ്. ഞാനിങ്ങനെ ഈ വേദഭാഗങ്ങളൊക്കെ വായിച്ചപ്പോൾ ചിന്തിക്കുകയുണ്ടായി, സർവശക്തനായ ദൈവം, ആ ദൈവത്തിന്റെ ഗ്രേറ്റ്നെസ് നാം മനസ്സിലാക്കുക. എത്രയോ വലിയവനായ ദൈവം, സകല പ്രപഞ്ചത്തെയും സകല ബ്രഹ്മാണ്ടത്തെയും ഒരു വാക്കുകൊണ്ട് ഉണ്ടാക്കിയവനായ ദൈവം. ആ ദൈവത്തിന്റെ വലിപ്പത്തെ കുറിച്ച് പറയാൻ ഞാൻ ഇന്ന് ആഗ്രഹിക്കുന്നില്ല, നമ്മുടെ ടോപ്പിക് അതല്ലല്ലോ. ദൈവത്തിന്റെ ഗ്രേറ്റ്നെസ്സിനെ കുറിച്ച് മനസ്സിലാക്കിയാൽ ആ ദൈവത്തോടുള്ള പ്രതിബദ്ധതയും ദൈവത്തോടുള്ള ഏകാഗ്രതയും നമ്മുടെ അകത്ത് വർദ്ധിക്കാനിടയായി തീരും. അത് മനസ്സിലാകണമെങ്കിൽ, ദൈവത്തിന്റെ ഗ്രേറ്റ്നെസ് എന്തോ ഉണ്ടെന്ന് മനസ്സിലാകണമെങ്കിൽ കുറച്ച് ശാസ്ത്രം പഠിച്ചാൽ മതി. അത് ബൈബിൾ തന്നെ പറയുന്നുണ്ട്. 19-ാം സങ്കീർത്തനത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനം അവന്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. ഞാൻ സാധാരണ യൂത്ത് മീറ്റിംഗിൽ യൂത്തിന്റെ ഇടയിലാണ് കൂടുതൽ വർക്ക് ചെയ്യാറുള്ളത്. യുവജനങ്ങളോടൊക്കെ ഞങ്ങൾ സംസാരിക്കുമ്പോൾ ശാസ്ത്രവുമായിട്ട് കണക്ട് ചെയ്ത് ഈ പ്രപഞ്ചത്തിന്റെ ഗ്രേറ്റ്നെസ്, ആകാശമണ്ഡലവും ഈ ഭൂമണ്ഡലവും ഒക്കെ അതിന്റെ ഗ്രേറ്റ്നെസ് എന്താണെന്നുള്ളത് സയൻസുമായിട്ട് ബന്ധപ്പെടുത്തി കുഞ്ഞുങ്ങളോട് പറയാറുണ്ട്. ആ ഭൂമിയുടെ വലിപ്പവും സൂര്യന്റെ വലിപ്പവും ഈ ബ്രഹ്മാണ്ടത്തിനകത്തുള്ള ഈ പ്രപഞ്ചത്തിനകത്തുള്ള നക്ഷത്രങ്ങളും അതിന്റെ എണ്ണവും ഇതൊക്കെ പറയുമ്പോൾ ഇതിന്റെയൊക്കെ വലിപ്പം എത്രയാണെന്ന് മനസ്സിലാക്കുമ്പോഴാണ് ഇതിനെയൊക്കെ സൃഷ്ടിച്ച ദൈവത്തിന്റെ വലിപ്പം എന്താണെന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അത്രയും വലിയവനായ ദൈവം പറയുകയാ, നിങ്ങളുടെ കോൺസെൻട്രേഷൻ എനിക്ക് വേണം, നിങ്ങളുടെ ഏകാഗ്ര മനസ്സ് എനിക്ക് വേണം, നിങ്ങളുടെ നിർമ്മലത എന്നിലേക്കായിരിക്കണം എന്ന് കർത്താവ് പറയുന്നത്. ഓക്കെ, ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ദൈവം എപ്പോഴും ആഗ്രഹിക്കുന്നത് നമ്മുടെ നിർമ്മല ഹൃദയവും നമ്മുടെ ഏകാഗ്രതയും ആഗ്രഹിക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായ കാര്യമാണ്. മുൻപൊരിക്കൽ ഞാൻ ഇവിടെ ദൈവവചനം സംസാരിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യം നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. ദൈവത്തിന്റെ ഒരു ഇറ്റേണൽ ഡിസയർ എന്ന് പറയുന്നത്, എനിക്കൊന്ന് കഴിഞ്ഞ പ്രാവശ്യം തോന്നുന്നു, ദൈവത്തിന്റെ ഒരു ഇറ്റേണൽ ഡിസയർ എന്ന് പറയുന്നത് മനുഷ്യൻ ദൈവത്തോടു കൂടെ ഇരിക്കുക എന്നുള്ളതാണ്. ആദമിനെ ഹവ്വയെ ദൈവം സൃഷ്ടിക്കുമ്പോൾ ദൈവം അത് ആഗ്രഹിച്ചു. സമാഗമന കൂടാരം പണിയുമ്പോൾ ദൈവം പറഞ്ഞു, ഞാൻ നിങ്ങളുടെ നടുവിൽ വസിക്കാൻ ആഗ്രഹിക്കുന്നു. യേശു തമ്പുരാൻ ഭൂമിയിൽ വന്നപ്പോൾ പറഞ്ഞു, ശിഷ്യന്മാർ എന്റെ കൂടെ ഇരിക്കണം. പരിശുദ്ധാത്മാവിനെ പ്രോമിസ് ചെയ്തപ്പോഴും കർത്താവ് അത് തന്നെ പറഞ്ഞു, പരിശുദ്ധാത്മാവ് എന്നേക്കും നിങ്ങളുടെ കൂടെ ഇരിക്കും. ഇത് കഴിഞ്ഞ് ഇനി സ്വർഗത്തിൽ ചെല്ലുമ്പോഴും ഇത് തന്നെ സംഭവിക്കുന്നത്. ഇതാ മനുഷ്യരോട് കൂടെ ദൈവത്തിന്റെ വാസം. അപ്പൊ ദൈവത്തിന് എപ്പോഴും മനുഷ്യരുടെ കൂടെ ഇരിക്കുക എന്നതും മനുഷ്യന്റെ ഹൃദയം, അവരുടെ ഏകാഗ്ര ഹൃദയം ദൈവത്തിലേക്ക് ആയിരിക്കണമെന്നും നിർമ്മല ഹൃദയം ദൈവത്തോടായിരിക്കണമെന്നും ദൈവം ആഗ്രഹിക്കുന്നു എന്നുള്ളത് ഒരു നിത്യമായ കാര്യമാണ്. അതിനകത്ത് ചേഞ്ചസ് ഇല്ല, അതിനകത്ത് ചോയ്സസ് ഇല്ല. ഓക്കെ, എന്നാൽ ഈ ദൈവത്തോടുള്ള നിർമ്മലതയും ഏകാഗ്രതയും വിട്ട് പലപ്പോഴും നമ്മെ വഷളാക്കി പോകാൻ അനുവദിക്കുന്ന പല മേഖലകളുണ്ട്. അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ ഞാൻ ഒന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ആദ്യം കുറച്ച് കാര്യങ്ങൾ ഞാൻ ജനറൽ ആയിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു. നമ്മളുമായിട്ട് അധികം ബന്ധപ്പെട്ടതല്ലെങ്കിലും ജനറലായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ. ദൈവത്തെങ്കിലേക്ക് മനുഷ്യൻ ചെല്ലരുത് എന്നുള്ളത് പിശാചിന്റെ ഒരു അൾട്ടിമേറ്റ് ഗോളാണ്. നമുക്കറിയാം, സ്വർഗത്തിലായിരുന്ന ദൂതൻ ലൂസിഫർ അവിടെ നിന്ന് പാപം ചെയ്തു, ദൈവം അവിടെ നിന്ന് മാറ്റിക്കളഞ്ഞു. ദൈവം അവനെ ആക്കിയ സ്ഥാനത്ത് അവന് വിശ്വസ്തനായിരിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് അവന്റെ മിസ്റ്റേക്ക് തന്നെയാണ്. പക്ഷേ ദൈവം ആദമനെയും ഹവ്വയെയും ആ സ്ഥാനത്താക്കി, അല്ലെങ്കിൽ ദൈവത്തോടുള്ള അടുത്ത ബന്ധത്തിൽ. ഒരു കാലത്ത് ലൂസിഫർ ദൈവമായിട്ട് ഏറ്റവും അടുത്ത വ്യക്തിയായിരുന്നു. അന്ന് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ഡീൽ ചെയ്തുകൊണ്ടിരുന്നത് ലൂസിഫറാണ്. അത് കഴിഞ്ഞ് ആ സ്ഥാനത്ത് നിന്ന് അവനെ മാറ്റി മനുഷ്യനെ അവിടെ ആക്കിയപ്പോൾ പിശാചിന് ഒരിക്കലും അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. പിശാചിന് നഷ്ടപ്പെട്ട ആ സ്ഥാനത്ത് മറ്റൊരാളായി. ആ സ്ഥാനത്തിരിക്കുന്ന മനുഷ്യൻ അവിടെ ഇരിക്കാൻ പിശാചിന് ആഗ്രഹമില്ല. എങ്ങനെയെങ്കിലും ആ വ്യക്തിയെ അവിടെ നിന്ന് തള്ളിക്കളയണം, അവനെ ആ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് ബ്രേക്ക് ചെയ്യണം എന്നുള്ളത് പിശാചിന്റെ എക്കാലത്തെയും ഒരു ആഗ്രഹമാണ്. അപ്പൊ നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്നത് ഇതിനിടയ്ക്ക് പിശാച് കൊണ്ടുവരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്. ഒന്ന്, ആദമിന്റെ ഹവ്വയുടെ കാര്യം തന്നെ എടുക്കാം. അവരെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളഞ്ഞ്, ഒരു കാലത്ത് ആദമും ഹവ്വയും ഏദൻ തോട്ടത്തിലായിരുന്നു. ഏദൻ തോട്ടത്തിൽ ദൈവ സാന്നിധ്യം ഉണ്ടായിരുന്നു. എല്ലാ ദിവസവും വെയിലാറുമ്പോൾ യഹോവയായ ദൈവം തോട്ടത്തിൽ ഇറങ്ങി വരുമായിരുന്നു. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 8-ാം വാക്യം. ദൈവമായിട്ട് അങ്ങനെ ഒരു അഭേദ്യമായ ബന്ധമുണ്ടായിരുന്നു. ഒരു എന്താ പറയുന്നത്, ദൈവത്തിൽ നിന്ന് ദൈവത്തോട് ഏറ്റവും അടുത്ത് ദൈവമായിട്ട് നേരിട്ട് സംസാരിക്കുന്നത്. ഞാൻ ഇങ്ങനെ പറയാറുണ്ട് എന്റെ ഭാഷയിൽ, ലോകത്തിൽ ഇന്നു വരെ ലോക ചരിത്രത്തിൽ ഏതെങ്കിലും മനുഷ്യൻ ദൈവത്തെ കണ്ടിട്ടുണ്ടെങ്കിൽ അത് ആദമും ഹവ്വയുമാണ്. വേറെ ആരും ഇന്നു വരെ ലോകത്തിൽ ദൈവത്തെ കണ്ടിട്ടില്ല, നേരിട്ട് മുഖാമുഖമായി കണ്ടിട്ടില്ല. പക്ഷെ അവർക്ക് അതിനുള്ള ഭാഗ്യം കിട്ടി. പക്ഷേ അവിടെ നിന്ന് ഈ പിശാച് അവരെ പറിച്ചു കളഞ്ഞു. അതിനുള്ള കാരണം ഒന്നാണ്, ഞാൻ ഇതിനെ കുറിച്ച് വിശദീകരിക്കുന്നില്ല, ഒറ്റ കാരണമുള്ള അവർ പാപം ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ പാപമാണ് ഒന്നാമത്തെ കാര്യം. മനുഷ്യനെ ദൈവത്തിൽ നിന്ന്, ദൈവിക ബന്ധത്തിൽ നിന്ന്, അനിർമ്മലതയിൽ നിന്ന്, ഏകാഗ്രതയിൽ നിന്ന്
വരച്ചു കളയുന്നത്. ഒന്ന്. രണ്ട്, ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 2-ാം വാക്യത്തിലേക്കൊക്കെ വരുമ്പോൾ മനുഷ്യന്റെ മോറൽ വാല്യൂസ് നഷ്ടപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. മനുഷ്യൻ തനിക്ക് ബോധിച്ചവരെ വിവാഹം കഴിച്ചതായിട്ട് കാണുന്നു. ദൈവത്തിന്റെ പുത്രന്മാർ മനുഷ്യന്റെ പുത്രിമാരെ കഴിച്ചു. അവിടെ ഒരു മോറൽ കൊളാബറേഷൻ മോറൽ കൊളാപ്സ് നമ്മൾ കാണുന്നുണ്ട്. അതിനുശേഷം വീണ്ടും 9-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നോഹയെ കുറിച്ച് കാണുന്നുണ്ട്. നോഹയുടെ കാലത്തും അത് തന്നെയാണ് സംഭവിച്ചത്. പാപം ചെയ്തു എന്നുള്ളപ്പോൾ തന്നെ മോറൽ വാല്യൂസ് ഡിസ്ട്രോയ് ചെയ്യുക എന്നുള്ളത് പിശാചിന്റെ ഒരു വലിയ പദ്ധതിയായിരുന്നു. വീണ്ടും നമ്മൾ ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായത്തിലും ദൈവത്തിന് വിരോധമായി നിമ്രോദ് ബാബേൽ ടവർ പണിയുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഈ ഭാഗങ്ങളൊക്കെ വായിച്ചാൽ പഴയ നിയമത്തിന്റെ പല ഭാഗങ്ങളിലും നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. മനുഷ്യന്റെ അകത്തുള്ള മോറൽ വാല്യൂസിനെ നശിപ്പിക്കുക എന്നുള്ളത് പിശാചിന്റെ ഒരു ടാർഗറ്റ് ആയിരുന്നു. കാരണം മനുഷ്യന്റെ അകത്ത് മോറൽ വാല്യൂസ് നഷ്ടപ്പെട്ടാൽ ദൈവത്തിന് ആ മനുഷ്യന്റെ കൂടെ വസിക്കാൻ പറ്റത്തില്ല. ദൈവമക്കളെ, ഇന്ന് പകൽ വളരെ ശ്രദ്ധയോടെ ഈ കാര്യങ്ങൾ കേൾക്കണമേ. നമ്മൾ മോറൽ വാല്യൂസ് കീപ്പ് ചെയ്യുക എന്നുള്ളത് അതൊരു ഒരു ഡിവൈൻ പദ്ധതിയാണ്. കാരണം ദൈവമാണ് ഏറ്റവും വലിയ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള, ഏറ്റവും നല്ല മോറൽ വാല്യൂസ് കീപ്പ് ചെയ്യുന്ന ഒരാൾ. ആ ദൈവം, മോറൽ വാല്യൂസ് കീപ്പ് ചെയ്യുന്ന ഒരു ദൈവം ഒരാളുടെ കൂടെ വസിക്കണമെങ്കിൽ ആ വ്യക്തി മോറൽ വാല്യൂസിനകത്ത് ജീവിക്കുന്ന ആളായിരിക്കണം. സോ ഒന്ന്, പാപം കൊണ്ട് മനുഷ്യനെ ഡിസ്ട്രോയ് ചെയ്തു. രണ്ട്, മോറൽ വാല്യൂസിനെ നശിപ്പിച്ചു. അതുകൊണ്ട് ദൈവത്തിന് നമ്മളവിടെ വായിക്കുന്നത്, ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൽ വായിക്കുന്നത്, മനുഷ്യനെ ഉണ്ടാക്കുക കൊണ്ട് യഹോവയായ ദൈവം അനുതപിച്ചു എന്നാ. എന്താ കാര്യം? അവരുടെ മോറൽ വാല്യൂ നഷ്ടപ്പെട്ടു. ഇന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മുടെ മോറൽ വാല്യൂവിന് ദൈവം വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ടെന്ന് നമ്മൾ മറന്നു പോകരുത്. നമ്മൾ പറയുന്ന അന്യഭാഷയെക്കാളും, നമ്മൾ എക്സസൈസ് ചെയ്യുന്ന എല്ലാ ദൈവകൃപകളെയും വരദാനങ്ങളെക്കാളും ഒക്കെ അധികമായി ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, കീപ് ഹോളിനെസ് ഇൻ അവർ ലൈഫ്. സെക്കൻഡ്ലി, കീപ് മോറൽ വാല്യൂസ് ഇൻ അവർ ലൈഫ്. ദാറ്റ് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടന്റ്. ആ മോറൽ വാല്യൂസ് നമ്മുടെ അകത്ത് നഷ്ടപ്പെട്ടാൽ എല്ലാം നഷ്ടപ്പെട്ടു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഓക്കെ, മൂന്നാമത്തെ കാര്യത്തിലേക്ക് ഞാൻ വരട്ടെ. ഒന്ന് പാപം, രണ്ട് മോറൽ വാല്യൂസ്. മൂന്നാമത്തെ കാര്യം പുറപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ, പുറപ്പാട് പുസ്തകം 32-ാം അധ്യായത്തിൽ 19-ാമത്തെ അധ്യായം മുതൽ ദൈവം അവർക്ക് ന്യായപ്രമാണം, കൽപ്പലകകൾ എഴുതി കൊടുക്കുവാൻ, ദൈവം തന്റെ സ്വന്തം കൈപ്പടയിൽ എഴുതി കൊടുക്കുവാൻ ആഗ്രഹിച്ചു. അത് നശിപ്പിച്ച് മോശ കളഞ്ഞു, നമുക്കറിയാം. അത് കഴിഞ്ഞ് 32-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ യഹോവയായ ദൈവം മോശയെ വീണ്ടും മുകളിലേക്ക് വിളിച്ചിട്ട് ദൈവത്തിന്റെ കൽപ്പനകളും പ്രമാണങ്ങളും കൊടുക്കുകയാണ്. ആ കൽപ്പനകളും പ്രമാണങ്ങളും കൊടുക്കുന്ന സമയം താഴ്വരയിൽ നടക്കുന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അവര് ഉണ്ടായിരുന്ന സ്വർണവും കാര്യങ്ങളും എല്ലാം എടുത്തു വെച്ചിട്ട് അവരൊരു കാളക്കുട്ടിയെ ഉണ്ടാക്കി. ഐഡൽ വർഷിപ്പ്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ എന്താണ്? ഐഡൽ വർഷിപ്പ് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ട്, ഇതൊരു പിശാചിന്റെ സ്ട്രാറ്റജിയാ. മനുഷ്യനത് അറിയുന്നില്ല, മനുഷ്യൻ അതിന്റെ പുറകെ പോവുക. ഐഡൽ വർഷിപ്പിനെ ഉണ്ടാക്കി വെച്ചു. ഐഡലിനെ ഉണ്ടാക്കി വെച്ചിട്ട് പറഞ്ഞതേ, അങ്ങോട്ട് പോകണ്ട, നിങ്ങളെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്ന ദൈവം ഇതാ, അതുകൊണ്ട് ഇവിടെ വണങ്ങിക്കൂ, ഇവിടെ ആരാധിച്ചു. സോ അൾട്ടിമേറ്റ് ഗോൾ എന്താണ്? ദൈവത്തെങ്കിലേക്ക് ആരും കണക്ട് ആവരുത്. ഇന്നും പിശാചിന്റെ സ്ട്രാറ്റജി അതാ. നമ്മൾ ദൈവമായിട്ട് കണക്ട് ആവാൻ പാടില്ല. വ്യക്തിപരമായി ദൈവമായി നമുക്ക് ബന്ധമുണ്ടാകാൻ പാടില്ല. അത് പിശാചിന്റെ അൾട്ടിമേറ്റ് ടാർഗറ്റ് ആണ്. ഇതാ പൗലോസ് പറഞ്ഞത്, പിശാചിന്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലോ. ഇന്ന് പകൽ ഈ തന്ത്രത്തെ തിരിച്ചറിഞ്ഞ് ഇതിനകത്തുനിന്ന് പുറത്തു വരുവാൻ ദൈവാത്മാവ് ദൈവജനത്തെ സഹായിക്കട്ടെ. ഇത് ഞാൻ കുറച്ച് കാര്യങ്ങൾ ജനറലി പറയുന്നതേ ഉള്ളൂ. ഞാൻ അല്പം കൂടെ മുമ്പോട്ട് വരുമ്പോൾ വ്യക്തിപരമായി നമ്മുടെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട് ചില കാര്യങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇനി ജനറലി നമ്മുടെ ഭാരതത്തെ എടുത്തു നോക്കിയാൽ, ഇന്ന് ഭാരതത്തിൽ ഏറ്റവും അധികം ആളുകൾ വഞ്ചിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു മേഖല അത് ഐഡൽ വർഷിപ്പാ. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഹ്യൂമൻ വർഷിപ്പ്. നിങ്ങൾ പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലൊക്കെ വന്നാൽ അറിയാം, ഏറ്റവും കൂടുതൽ ബാബാമാരുള്ള ഒരു നാടാണ് നമ്മുടെ ഭാരതം. ബാബാമാര് നമ്മുടെ കേരളത്തിലും കുറവൊന്നുമല്ല. മനുഷ്യനെ ആരാധിക്കുവാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന ഒരു പൈശാചിക മണ്ഡലം. എന്താ സംഭവിക്കുന്നത്? ബാബ പറയുന്നു, ഇങ്ങോട്ട് പോരെ, എല്ലാ കാര്യം ചെയ്തേക്കാം. നോർത്ത് ഇന്ത്യയിലൊക്കെ നിങ്ങൾ വന്നാൽ, നിങ്ങൾ പല ദിവസമാരും വന്നിട്ടുള്ളതാണല്ലോ, നിങ്ങൾക്ക് അറിയാവുന്നതാണല്ലോ. ഇവിടെ ആൾക്കാരുടെ ചിന്ത, ആ ബാബയുടെ അടുത്ത് പോയാൽ മതി, ഇവർക്ക് ഇപ്പൊ ദൈവമായിട്ട് ബാബയുടെ അടുത്ത് ചെന്നാൽ മതി, ദൈവമായിട്ട് കണക്ഷൻ വേണ്ട. പിശാചിന്റെ സ്ട്രാറ്റജി നമ്മൾ തിരിച്ചറിയുക. രണ്ട്, ഇനി അടുത്ത കാര്യം, അഞ്ചാമത്തെ കാര്യം ആനിമൽ വർഷിപ്പ്. മൃഗങ്ങളെ ആരാധിക്കുന്നതിലേക്ക് മനുഷ്യനെ കൊണ്ട്, ഇതെല്ലാം പൈശാചിക സ്ട്രാറ്റജിയാണ്. പാവപ്പെട്ട നമ്മുടെ ഭാരതത്തിലുള്ള ജനം ഇതൊന്നും അറിയാതെ ഇതിന്റെ ഒക്കെ പുറകെ പോയിക്കൊണ്ടിരിക്കുക. ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഭാരതദേശത്തിലുള്ള ജനത്തിന്റെ കണ്ണു തുറക്കട്ടെ. പിശാചിന്റെ ഈ സ്ട്രാറ്റജി, ദൈവമായിട്ട് കണക്ട് ആകാൻ കഴിയാതെ മൂർത്തിയുടെ പുറകെയും വിഗ്രഹത്തിന്റെ പുറകെയും ഇതുപോലുള്ള ബാബാമാരുടെ പുറകെയും മൃഗത്തിന്റെ കാര്യം ഞാൻ വിശദീകരിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു പ്രശ്നമായിപ്പോഴത്തേക്ക്
മൃഗങ്ങളെ ആരാധിക്കുക. ഓക്കെ, റോമാലേഖനത്തിലേക്ക് വരുമ്പോൾ 1-ാം അധ്യായം 21-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്ന് ഓർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്നു. അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. ജ്ഞാനികൾ എന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢരായി പോയി. അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഈഴജാതി എന്നിവയുടെ രൂപത സാദൃശ്യമാക്കി മാറ്റിക്കളഞ്ഞു. ഇത് ലോകത്തിൽ നടക്കുന്ന കാര്യമാണ്. ദൈവത്തിന്റെ തേജസ്സിനെ അവർ മാറ്റിക്കളഞ്ഞു, ഡൈവേർട്ട് ചെയ്ത് കളഞ്ഞു. ഇതിന്റെ എല്ലാം പിന്നിൽ വ്യാപരിക്കുന്ന വൈശാചിക മണ്ഡലങ്ങളുണ്ട് എന്ന് ദൈവജനം തിരിച്ചറിയാതെ പോകരുത്. ഈ വാക്യം വായിക്കുമ്പോൾ ദൈവസഭയ്ക്കകത്തും ഇങ്ങനെയുള്ള ചില കൂട്ടരെ നമുക്ക് കാണാനായിട്ട് കഴിയും. മൂർത്തിയെ ആരാധിക്കുന്നില്ലെങ്കിലും അതിന്റെ ആദ്യം പറഞ്ഞ ആ ഭാഗം ഒന്ന് വായിച്ചു നോക്കി. അവിടെ എഴുതിയിരിക്കുന്നത് എങ്ങനെയാ, അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്ന് ഓർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്നു. ഞായറാഴ്ച നമ്മുടെ സഭയിൽ ആരാധന നടക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ കൂട്ടായ്മകളിൽ ആരാധന നടക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ദൈവത്തെ ദൈവമെന്ന് ഓർത്ത് മഹത്വീകരിക്കണം, അവന് നന്ദി കാണിക്കണം. ഇന്ന് നമ്മുടെ ആരാധനകളിലും കൂട്ടായ്മകളിലും ഒക്കെ നടക്കുന്ന കാര്യം ഒന്ന് പൊതുവെ വീക്ഷിച്ച് നോക്കിയാൽ ഒരു കാര്യം മനസ്സിലാകും. വർഷിപ്പ് ചെയ്യുന്ന പുള്ളി വർഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കും, ബാക്കിയുള്ളവരൊക്കെ കൈയും കെട്ടി നോക്കി നിൽക്കും. പാട്ടൊക്കെ പരിപാടി കഴിയുമ്പോൾ എല്ലാവരും ജസ്റ്റ് ചടങ്ങ്. ഇത് ദൈവസഭയ്ക്ക് അകത്ത കാര്യമാണ്. ദൈവത്തെ ദൈവമെന്ന് ഓർത്ത് മഹത്വീകരിക്കാൻ, അവനെ നന്ദി കാണിക്കാൻ ദൈവസഭ മറന്നുപോകുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണോ എന്ന് ചിന്തിക്കുവാൻ ഞാൻ നിങ്ങളുടെ മനസ്സാക്ഷിക്ക് വിടുകയാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഓക്കെ, മറ്റുള്ളവരുടെ കാര്യം നമുക്ക് വിടാം. ഞാൻ ഇന്ന് എന്നെ തന്നെ ചിന്തിക്കുക. ആരാധനകൾ നടക്കുമ്പോൾ എനിക്ക് ഇന്ന് ഒത്തിരി സന്തോഷം തോന്നി. കർത്താനദാസൻ പാട്ട് പാടിയപ്പോൾ നല്ല ആത്മസാന്നിധ്യത്തിൽ അദ്ദേഹം ആ പാട്ട് പാടി. ദൈവ സാന്നിധ്യത്തെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആ പാട്ടുകൾ പാടുമ്പോൾ, ആരാധിക്കുമ്പോൾ ഞാനിങ്ങനെ പറയാറുണ്ട്, നമ്മൾ പാട്ട് പാടുമ്പോൾ എങ്ങനെ നമുക്ക് ആ ദൈവത്തിന് മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ ദൈവത്തിന്റെ ഗ്രേറ്റ്നെസ്, ആ ദൈവം എത്രയോ വലിയവനാണെന്ന് മനസ്സിലാക്കിയാൽ നമ്മൾ ആരാധിക്കുമ്പോൾ നമ്മൾ ഇരിക്കുന്ന സ്ഥലത്ത് നമുക്ക് ഇരിക്കാൻ പറ്റത്തില്ല. നമ്മളെല്ലാവരും മലയാളികളാണ്. ഞാൻ മലയാളികളെ കുറിച്ച് ഒരു കാര്യം പറഞ്ഞോട്ടെ. ഞാൻ കണ്ട എൻ്റെ ഒരു അനുഭവം, നിങ്ങളിൽ പലരും പല രാജ്യങ്ങളിൽ യാത്ര ചെയ്തിട്ടുള്ള ദിവസമാരുണ്ട്. എൻ്റെ ഒരു അനുഭവം ഞാൻ പറഞ്ഞോട്ടെ, എന്നെ തെറ്റിദ്ധരിക്കല്ലേ. ഒരു യാഥാർത്ഥ്യം ഞാൻ കണ്ടതാണ്. ദൈവത്തെ ആരാധിക്കുന്ന ആരാധനാ സമയത്ത്, ഇപ്പൊ പാട്ട് പാടുക, ദൈവമേ നീ മഹത്വവാനാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ദൈവത്തെ പുകഴ്ത്തുന്ന പാട്ട് പാടുന്ന സമയത്ത് കാലുമേ കാല് വെച്ച് കൈയടിക്കാതെ വായും അടച്ച് ഇരിക്കുന്ന ഒരു കൂട്ടം ലോകത്തിലുണ്ടെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് മലയാളികളാണ്. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഇത്രയും സർവശക്തനായ ദൈവത്തെ ആരാധിക്കുന്ന സമയത്ത് എങ്ങനെ നമുക്ക് മിണ്ടാതിരിക്കാൻ പറ്റും? മിണ്ടാതിരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പാ, ദൈവത്തെക്കുറിച്ച് നമുക്ക് അറിവില്ല. ദൈവത്തെക്കുറിച്ച് അറിയാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ അവന്റെ ഗ്രേറ്റ്നെസ്സിനെ കുറിച്ച് അറിയാത്തത് കൊണ്ടാണ്. ആ ദൈവത്തെക്കുറിച്ച് അറിയാമെങ്കിൽ, അവന്റെ ഗ്രേറ്റ്നെസ് മനസ്സിലാക്കാമെങ്കിൽ ആരാധിക്കുന്ന സമയത്ത് ഇരിക്കാൻ പറ്റത്തില്ല. ഞാൻ കഴിഞ്ഞ ദിവസം കർത്താവ് സഹായിച്ച് സൗത്ത് ആഫ്രിക്കയിൽ പോകുന്ന അവസരം ഉണ്ടായി. 5 മണി 5:30 ആയപ്പോൾ അവർ ആരാധന തുടങ്ങി. 7 മണി വരെ 2 മണിക്കൂർ അവർ നിന്ന് ആരാധിക്കുക. ഇരിക്കത്തില്ല, പാസ്റ്റർ പറയാതെ അവർ ഇരിക്കത്തില്ല. ചിലരൊക്കെ ക്ഷീണമുള്ളവർ, പ്രായമുള്ളവരൊക്കെ ഇരിക്കും. ഞാൻ അവരെ പുകഴ്ത്തി പറയുന്നതല്ല, അവരിയ്ക്കത്തില്ല. അവരുടെ ജീവിതം എങ്ങനെയാകട്ടെ, പക്ഷെ ദൈവത്തെ സ്തുതിക്കുമ്പോൾ, ആരാധിക്കുമ്പോൾ ഇരിക്കത്തില്ല, അവരിയ്ക്കാൻ പറ്റത്തില്ല അവർക്ക്. ഹല്ലേലൂയ. നമുക്ക് ആ ഒരു ദൈവത്തെ അറിഞ്ഞിട്ടും, അറിയാൻ പറ്റാഞ്ഞിട്ടല്ലല്ലോ പ്രശ്നം, ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവം ഓർത്ത് നന്ദി കാണിക്കുകയോ മഹത്വീകരിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്നു. ദൈവങ്ങളെ, ഞാനിതൊരു കുറ്റമായിട്ട് പറഞ്ഞതല്ല. ദൈവത്തെ ഓർത്ത് എന്നോട് ക്ഷമിക്കണമേ. നമ്മൾ ഈ ഒരു മേഖലയിൽ മാനസാന്തരപ്പെടേണ്ടതുണ്ട്. ഞാൻ ഒരിക്കൽ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ദൈവദാസന്റെ മുമ്പിൽ പ്രസംഗിക്കുമ്പോൾ ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹം നേരെ എഴുന്നേറ്റിട്ട് ഇതിനെ ഖണ്ഡിച്ചു. അപ്പൊ ഞാൻ നോക്കിയപ്പം ഒരു മനുഷ്യന് കൈയടിക്കാനില്ല. ഒരു മനുഷ്യനും, ഇന്നൊന്ന് ആലോചിച്ച് നോക്കിയേ, ആരാധനയ്ക്ക് കൈ ഉയർത്തണമെങ്കിൽ നമ്മൾ പറയണം, വർഷിപ്പ് ലീഡ് ചെയ്യുന്ന ആള് പറയണം, കൈ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഇത് പറയാതെ ആരും കൈ ഉയർത്തത്തില്ല. എഴുന്നേക്കാമെന്ന് എല്ലാവരോടും പറയണം. ഇതൊക്കെ നമ്മൾ അധപ്പതിച്ചത് കൊണ്ടല്ലേ? അത് നമ്മൾ മനസ്സിലാക്കണം. അതൊരാൾ പറഞ്ഞാൽ അതിനെ ഉൾക്കൊള്ളാനുള്ള മാനസിക സ്ഥിതി പോലും ഇല്ലാത്ത അനുഭവത്തിലേക്ക് നമ്മൾ ഇന്ന് മാറിയെന്നുള്ളത് മറ്റാരുടെയും കുറ്റമല്ല, അത് നമ്മുടെ പരാജയമാ. ദൈവത്തെ ദൈവമെന്ന് ഓർത്ത് മഹത്വീകരിക്കണം, ദൈവത്തെ ദൈവമെന്ന് ഓർത്ത് നന്ദി കാണിക്കണം. ദാറ്റ് ഈസ് അവർ റെസ്പോൺസിബിലിറ്റി. ആ ദൈവം അത്രയും വലിയവനാണ്. ഓക്കെ, അടുത്ത കാര്യം, ബാബാമാരുടെ കാര്യം നമ്മൾ പറഞ്ഞു, ആനിമൽ വർഷിപ്പിന്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി വർഷിപ്പിംഗ് ദ നേച്ചർ, അതിനെ കുറിച്ച് വിശദീകരിച്ച് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പ്രകൃതിയെ ആരാധിക്കുവാൻ പിശാച് മനുഷ്യനെ വിടുന്നു. അടുത്തത് ഹോളി പ്ലേസസ്.
ഇന്ന് നമുക്കറിയാം, പ്രത്യേകിച്ച് ഭാരതത്തിൽ അനേക ഹോളി പ്ലേസസുകളുണ്ട്. ഈ വിശുദ്ധ സ്ഥലങ്ങൾ, എന്താണ് പറയുന്നത്, വിശുദ്ധ സ്ഥലങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട് പിശാച് പറയുന്നു, ദേ അവിടെ പോയി പ്രാർത്ഥിച്ചാൽ നിന്റെ കാര്യം നടക്കും. സോ അൾട്ടിമേറ്റ്ലി പിശാച് എന്താണ് ആഗ്രഹിക്കുന്നത്? ദൈവത്തിലേക്ക് മനുഷ്യൻ കണക്ട് ആകാൻ പാടില്ല. ഇതെല്ലാം പിശാച് ഇടയ്ക്ക് കൊണ്ടുവരുന്ന കാര്യമാണ്. പൗലോസിന്റെ പ്രാർത്ഥന എന്താണ്? നിങ്ങളുടെ ഹൃദയം വഷളായി പോകുമോ, ഏകാഗ്രതയും നിർമ്മലതയും വിട്ടുപോകുമോ എന്ന് ഞാൻ ഭയപ്പെടുകയാണ്. ഇതെല്ലാം പിശാച് കൊണ്ടുവന്ന് മനുഷ്യന്റെ മുമ്പിൽ വെച്ചിട്ട് പറഞ്ഞു, ദേ അങ്ങോട്ട് പോകണ്ട, ദൈവത്തെങ്കിലേക്ക് പോകണ്ട, ആവശ്യമില്ല, നിങ്ങളുടെ കാര്യങ്ങൾ ഇവിടെ നടക്കും. മനുഷ്യനെ സംബന്ധിച്ച് എന്തുവാ? അവന്റെ കാര്യം നടന്നാൽ മതി. മനുഷ്യന്റെ കാര്യം നടക്കാൻ വേണ്ടിയിട്ട്, സാധ്യത്തിന് വേണ്ടിയിട്ട് ഹോളി പ്ലേസസിൽ പോകുന്നു, വിശുദ്ധ സ്ഥലങ്ങൾ സന്ദർശിക്കുന്നു. ഇതിനെല്ലാം പിന്നിലുള്ള ഈവിൾ സ്ട്രാറ്റജീസ് ആണ്. ഓക്കെ, അടുത്ത ഭാഗത്തിലേക്ക് വരാം. ബ്ലാക്ക് മാജിക്. പെന്തക്കോസ്ത് സഭയ്ക്കകത്ത് ആരാധനയ്ക്ക് വന്നേച്ച് ബ്ലാക്ക് മാജിക്കിന് പോകുന്ന ആൾക്കാരുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. ബ്ലാക്ക് മാജിക് എന്താ കാര്യം? ജനത്തിന്റെ കാര്യം നടന്നാൽ മതി, ദൈവത്തെങ്കിലേക്ക് ആരും കണക്ട് ആകാൻ പാടില്ല. ഓക്കെ, ഞാൻ മുമ്പോട്ട് പോകട്ടെ. അടുത്തത് ഫിലോസഫീസ്. ഒരു കാലത്ത് ഫിലോസഫി ഭയങ്കര ഫേമസ് ആയിരുന്നു. പല രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് ഗ്രീസിൽ നിന്ന് വന്നിട്ടുള്ള കുറെ ഫിലോസഫികൾ. ഈ ഫിലോസഫിയുടെ എല്ലാം അന്തസത്ത എന്താണ്? പ്രപഞ്ചമൊക്കെ തന്നെ ഉണ്ടായി, അത് അങ്ങനെ ഉണ്ടായി, ഇതേ കൊണ്ടുണ്ട്, നിങ്ങൾ ഉണ്ടായി. സോ അൾട്ടിമേറ്റ്ലി അവർ പറയുന്നത് എന്തോ, ഇതൊക്കെ തന്നെ ഉണ്ടായെങ്കിൽ പിന്നെ ദൈവത്തിന്റെ ആവശ്യമില്ല. ഈവൻ ഇന്ന് ദൈവദാസന്മാരെ നമ്മളല്പം മുതിർന്നവരായതുകൊണ്ട് നമ്മൾ അധികം അറിയുന്നുണ്ടാകുന്നില്ല. ഇന്ന് തലമുറയെ ഏറ്റവും അധികം വേട്ടയാടുന്നത് ഫിലോസഫീസാണ്. പല ഫിലോസഫിയുടെ പിന്നാലെ നമ്മുടെ തലമുറ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, പിശാചിന്റെ സ്ട്രാറ്റജിക്കകത്ത് അവർ വന്ന് വീഴാതിരിക്കാൻ. ഈ ഫിലോസഫി എല്ലാം അൾട്ടിമേറ്റ്ലി പറഞ്ഞു വെക്കുന്നത് എന്താണെന്നറിയാമോ? റിലീജിയന്റെ ആവശ്യമില്ല, ദൈവത്തിന്റെ ആവശ്യമില്ല, പ്രാർത്ഥനയുടെ ആവശ്യമില്ല. സോ എൻജോയ് യുവർ ലൈഫ്. ഇതാണ് പല ഫിലോസഫികളും പറയുന്നത്. ഓക്കെ, മുമ്പോട്ട് പോകട്ടെ. ഡിഫറെന്റ് റിലീജിയൻ. ഇന്ന് ലോകത്തിൽ ഏറ്റവും അധികം റിലീജിയൻ ഉണ്ടാകാനുള്ള കാരണം എന്താ? പിശാച് പറയുന്നു, ഒരു ഗ്രൂപ്പിനെ ഉണ്ടാക്കിയിട്ട് പറഞ്ഞു, ദേ ഇവിടെയാ ദൈവം ഉള്ളത്, ഇങ്ങോട്ട് പോരെ. അടുത്ത ഗ്രൂപ്പ് പറയുന്നു, ഇവിടെയാ ഉള്ളത് ദൈവം, ഇങ്ങോട്ട് പോരെ. ഇങ്ങനെ ഡിഫറെന്റ് റിലീജിയൻ ഉണ്ടാക്കി റിലീജിയനെ മുഴുവൻ ജനത്തിന്റെ അകത്ത് ഇംപ്ലിമെന്റ് ചെയ്തത് പൈശാചിക അജണ്ടകളാണ്. ഈവൻ കത്തോലിക്ക സഭ ഉൾപ്പെടെ ഇത് സൈറ്റാനിക് അജണ്ടയാ. എന്താ കാര്യം? അവിടെ മൂർത്തി പൂജയാ. ദൈവത്തിലേക്ക് പോകാൻ പാടില്ല. അമ്മാമ്മയെ ആരാധിച്ചോണ്ട് അവിടെ ഇരുന്നു, അപ്പുറത്തെ വേറെ കുറെ അച്ചാച്ചന്മാരുണ്ട്, ഇവരെ ആരാധിച്ചോണ്ട് ഇവിടെ ഇരുന്നു. അങ്ങ് ദൈവമായിട്ട് കണക്ട് ആവല്ലേ? ഈവിൾ സ്ട്രാറ്റജിയാ, ടു ബി ഫ്രാങ്ക്. ഈവിൾ സ്ട്രാറ്റജീസ്. ദൈവത്തെങ്കിലേക്ക് നോക്കിയ പിശാച് എത്ര വൈസ്ലിയാ വർക്ക് ചെയ്യുന്നത്. ദൈവത്തെങ്കിലേക്ക് മനുഷ്യൻ കണക്ട് ആകാൻ പാടില്ല. അതിന് പകരം ഇവിടെയുള്ള പലരെ ആരാധിച്ച് ഇവിടെയുള്ള കാര്യങ്ങൾ മാനേജ് ചെയ്ത്, സോ യു ക്യാൻ മാനേജ് തിങ്സ്. ആരാധനയുടെ പേരിൽ കൂടുന്നു, പക്ഷേ ദൈവത്തെങ്കിലേക്ക് മനുഷ്യന് കണക്ട് ആകാൻ പറ്റുന്നില്ല. ഓക്കെ, അടുത്തതിലേക്ക് ഞാൻ പോകട്ടെ. എത്തീസം, നിരീശ്വരവാദം. ഡയറക്ട്ലി ഇന്ന് ഏറ്റവും അധികം യുവജനങ്ങളെ വേട്ടയാടുന്ന മറ്റൊരു പ്രശ്നം ഇതാണ്, നിരീശ്വരവാദം. കേരളത്തിൽ തന്നെ നമുക്കറിയാം, എത്രയോ പാസ്റ്റർമാരുടെ മക്കൾ ഇന്ന് നിരീശ്വരവാദം പറഞ്ഞുകൊണ്ട് നടപ്പുണ്ട്. രണ്ട്, UK നിന്ന് ഏറ്റവും അധികം ആൾക്കാർ, നിങ്ങൾ ആ ന്യൂസ് കേട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു, UK നിന്ന് പകുതിയിലധികം ആളുകൾ നിരീശ്വരവാദത്തിലേക്ക് പോയി. അമേരിക്കയിലെ പല സ്ഥലങ്ങളിലും പല ആൾക്കാര് ദൈവമില്ല എന്നുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് വന്നു. നോക്കിയേ, ഇതിന്റെ പിന്നിലുള്ള സൈറ്റാനിക് സ്ട്രാറ്റജി മറ്റൊന്നുമല്ല. ദൈവമില്ലെന്നൊരുത്തന്റെ ബ്രെയിനകത്ത് ഒരു ആശയം കയറ്റിവിട്ടാൽ ഇവൻ പിന്നെ ദൈവത്തെ അന്വേഷിക്കത്തില്ലല്ലോ, ദൈവത്തിന്റെ ആവശ്യമില്ലല്ലോ. ഈവിൾ സ്ട്രാറ്റജീസ്. ദൈവമക്കളെ ഇത് തിരിച്ചറിയണം. ദൈവമക്കളെ, ഞാൻ വീണ്ടും ഒരു കാര്യം കൂടെ ഗൗരവത്തോടെ ഓർപ്പിക്കട്ടെ. ഇന്നത്തെ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ ഒരു വലയ്ക്കകത്ത് നമ്മുടെ യുവജനങ്ങൾ പലരും പെട്ടിരിക്കുക. പെന്തക്കോസ്ത് സമൂഹത്തിനകത്ത് നടക്കുന്ന പല അധപ്പതിച്ച കാര്യങ്ങളും പല പൊളിറ്റിക്സും കണ്ട് നമ്മുടെ പല കുഞ്ഞുങ്ങളും പിന്മാറിപ്പോയിക്കൊണ്ടിരിക്കുക. അവർ പറയുന്നത് ദൈവം എന്ന് പറയുന്ന ഒന്നുമില്ല. ഇന്നത്തെ സമൂഹത്തിന്റെ ഏറ്റവും വലിയൊരു പ്രശ്നം ദൈവമില്ല എന്ന് വാദിക്കുന്ന ഒരു വാദമാണ്. പ്ലീസ് ദൈവമക്കളെ, നമ്മളിങ്ങനെ ഒരുമിച്ച് കൂടുന്ന ഈ കൂട്ടായ്മകളിൽ നമുക്ക് ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം, രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നിരീശ്വരവാദം ഇപ്പൊ പ്രത്യേകിച്ച് നിങ്ങൾക്ക് അറിയാമല്ലോ, ഓൺലൈനിൽ മിക്കവാറും നടക്കുന്ന ഏറ്റവും വലിയ ചർച്ചകളിൽ, വളരെ ചൂടുള്ള ചർച്ചകളിൽ ഒരു ചർച്ച ഈ നിരീശ്വരവാദവുമായിട്ട് ബന്ധപ്പെട്ട. അതിന് കുറെ പാർട്ടികൾ കച്ചകെട്ടി ഇറങ്ങിയിട്ടുണ്ട്. പറയുന്ന എഴുന്നള്ളിക്കുന്ന വിവരക്കേടുകൾ കേട്ടാൽ എന്നാൽ ഇവരുടെ പുറകെ പോകാൻ ആൾക്കാരുണ്ട്. ഇതെല്ലാം ഇതിന്റെ പിന്നിൽ ഒരു പൈശാചിക വ്യാപാരം ഉള്ളത് കൊണ്ടാണ് ഇതൊക്കെ നടക്കുന്നത് എന്നുള്ളത് ദൈവജനം മറന്നു പോകരുത്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അടുത്തത് ബ്ലൈൻഡ് ബിലീഫ്. പലതരത്തിലുള്ള അന്ധവിശ്വാസങ്ങളുടെ പുറകെ. അതിന് നമ്മുടെ ഭാരതം ഒട്ടും പുറകിലല്ല. അന്ധവിശ്വാസങ്ങൾ, ചരട് ജപിച്ച് കെട്ടുക, അത് കെട്ടുക, ഇത് കെട്ടുക, അത് ചെയ്യുക, ഇത് ചെയ്യുക, പല രീതിയിലുള്ള
കാര്യങ്ങൾ ചെയ്യുക, കർമ്മങ്ങൾ ചെയ്യുക, അതിലൂടെ എന്റെ കാര്യങ്ങൾ നടക്കുമെന്ന് ഒരു ബ്ലൈൻഡ് ബിലീഫ്, പലതരത്തിലുള്ള അന്ധവിശ്വാസത്തിൽ ജനത്തെ കൊണ്ടുവന്നിരുന്നു. ഈ അന്ധവിശ്വാസത്തിന്റെ പിന്നാലെ പോകുന്നവൻ അന്ധവിശ്വാസത്തിന്റെ കർമ്മങ്ങളും കാര്യങ്ങളും ചെയ്തുകൊണ്ട് പോകുന്നു. ഇവരൊരിക്കലും ദൈവമായിട്ട് കണക്ട് ആകുന്നില്ല. ദൈവമക്കളെ, വളരെ ഗൗരവത്തോടെ ചിന്തിക്കേണ്ട കാര്യമാണ്. ഈ ജനത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ഇവരുടെ കണ്ണ് തുറക്കാൻ, അന്ധത മാറാൻ നാം പ്രാർത്ഥിക്കണം. അടുത്തത് സേറ്റാനിക് വർഷിപ്പ്. ഇന്ന് നമുക്കറിയാം, UK 2002 പിശാചിനെ ഡയറക്റ്റ് ആരാധിക്കുന്ന ഒരു സംവിധാനം ലോകത്തിലുണ്ടായി. ഇന്ന് പല രാജ്യങ്ങളിലും സൈറ്റാനിക് ചർച്ചായിട്ട് തന്നെ അവർ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നു. പല ഗവൺമെന്റും അതിനെ അംഗീകരിച്ചു കൊടുക്കുന്നു. പിശാചിനെ ഡയറക്റ്റ് ആരാധിക്കുന്ന ഒരു സംവിധാനം ഇന്ന് വരെ ലോകത്തിലില്ലായിരുന്നു. ഈ അന്ത്യകാലത്ത് അത് ആരംഭിച്ചിരിക്കുന്നു. പിശാച് എത്ര ശക്തിയോടെ വർക്ക് ചെയ്യുന്നു. നമ്മൾ ഉത്സാഹത്തോടെ പ്രാർത്ഥിക്കുക. ഈ ജനത്തിന്റെ കണ്ണു തുറക്കാൻ, ഇവർ ദൈവത്തിലേക്ക് കണക്ട് ആകാൻ പ്രാർത്ഥിക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ജനറലി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി അടുത്തത് കുറച്ച് പേഴ്സണൽ ആയിട്ടുള്ള, മോസ്റ്റ് മോഡേൺ ലൈഫിൽ ദൈവത്തിൽ നിന്ന് നമ്മെ അകറ്റി കളയുന്ന ചില കാര്യങ്ങളും കൂടെ വേഗത്തിൽ നിങ്ങളുടെ മുമ്പിൽ ഒന്ന് വയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിനുശേഷം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഇന്ന് മനുഷ്യനെ ഏറ്റവും അധികം പിശാച് വലയിലാക്കുന്ന, അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് ഡിസ്കണക്ട് ചെയ്യാൻ വേണ്ടി പിശാച് കൊണ്ടുവന്നിരുന്ന ഏറ്റവും വലിയ തന്ത്രങ്ങളിൽ ഒന്നാണ് അഡിക്ഷൻ. അഡിക്ഷൻ പലതരത്തിലുണ്ട്. നമ്മൾ അഡിക്ഷൻ പെട്ടെന്ന് ചിന്തിക്കുമ്പോൾ ഓർമ്മ വരുന്നത് ഡ്രഗ്സിനെ കുറിച്ചാണ്. ഓക്കെ, അതൊരു ഒരു ഫാക്റ്റ് ആണ്. ഡ്രഗ്സ്, പ്രത്യേകിച്ച് ഇന്ന് നമ്മുടെ തലമുറയിലുള്ള യുവജനങ്ങളുടെ മറ്റൊരു വലിയ പ്രശ്നമാണ് ഡ്രഗ്സ് എന്ന് പറയുന്നത്. കേരളത്തിൽ അത് വളരെ വ്യാപകമാണ്, നമുക്കറിയാം. ഇതിന്റെ ഈവിൾ സ്ട്രാറ്റജി എന്താണെന്നറിയാമോ? മനുഷ്യന്റെ ബ്രെയിൻ പ്രോപ്പർലി വർക്ക് ചെയ്യുന്നില്ല. ഒരു മനുഷ്യൻ ഡ്രഗ് എടുക്കുമ്പോൾ സംഭവിക്കുന്നത് അവന്റെ ബ്രെയിൻ പ്രോപ്പർലി വർക്ക് ചെയ്യുന്നില്ല. ബ്രെയിൻ പ്രോപ്പർലി വർക്ക് ചെയ്താലല്ലേ ഇവൻ ദൈവത്തെ കുറിച്ച് ചിന്തിക്കൂ, ഇവന് ദൈവത്തിന്റെ ആവശ്യം വരത്തുള്ളൂ. മനുഷ്യന്റെ ബ്രെയിനിനെ ഡെഡ് ആക്കി കളയുക, മനുഷ്യന്റെ ബ്രെയിനിനെ നശിപ്പിച്ച് കളയുക സൈറ്റാനിക് സ്ട്രാറ്റജിയാ. ദൈവജനമേ, ഇത് നാം മനസ്സിലാക്കി ഇതിനെതിരായി പ്രാർത്ഥിക്കണം. നാം പ്രാർത്ഥിച്ചാൽ ഈ പ്രതിസന്ധികൾക്ക് ദൈവം ഒരു പരിഹാരം ഉണ്ടാക്കും. ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ജനത്തിന് വേണ്ടി, ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. അടുത്തത്, ഇന്ന് യുവതലമുറയോടുള്ള വലിയൊരു പ്രശ്നമാണ് ഗെയിം അഡിക്ഷൻ. ഗെയിമിന് അഡിക്റ്റ് ആയിരിക്കുന്ന പല കുഞ്ഞുങ്ങളും, കുഞ്ഞുങ്ങളെന്ന് പറയാൻ പറ്റില്ല, മുതിർന്നവരുൾപ്പെടെ പലരും ഗെയിമിന് അഡിക്റ്റ് ആയിരിക്കുക. എന്റെ ചോദ്യം, ഗെയിമിന് അഡിക്റ്റ് ആയി മണിക്കൂറുകൾ ഇരുന്ന് ഗെയിം കളിക്കുന്ന ഒരാള് എവിടെയാ ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുക? ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. സോ ഇതെല്ലാം ഈവിൾ സ്ട്രാറ്റജി. ദൈവത്തിൽ നിന്ന് മനുഷ്യനെ അകറ്റിക്കളയാനുള്ള ഈവിൾ സ്ട്രാറ്റജീസ് ആണത്. ആരെങ്കിലും മുതിർന്നവർ ഇങ്ങനെ അഡിക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഞാൻ ചോദിക്കട്ടെ, ഡ്രഗ്സിന് അഡിക്റ്റ് ആയിരിക്കുന്ന ഒരാള്, അല്ലെങ്കിൽ ഗെയിമിന് അഡിക്റ്റ് ആയിരിക്കുന്ന ഒരാള് എപ്പോഴേലും പ്രാർത്ഥനയെ കുറിച്ച് ചിന്തിക്കുമോ? ബൈബിൾ വായിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുമോ? ആത്മീയ കൂട്ടായ്മയെ കുറിച്ച് ചിന്തിക്കുമോ? നോ, ഇല്ല. ഓക്കെ, അടുത്ത ഭാഗത്തിലേക്ക് ഞാൻ പോകട്ടെ. ലവ് അഫയേഴ്സ്. ഇന്ന് 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ ലവ് ലെറ്റർ എഴുതി കൈപ്പിടിച്ചാണ് നടക്കുന്നത്. ആ ഒരു സംസ്കാരത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ബോയ് ഫ്രണ്ടോ ഗേൾ ഫ്രണ്ടോ ഇല്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല എന്നുള്ളൊരു സംസ്കാരത്തിലേക്ക് സോഷ്യൽ മീഡിയ നമ്മുടെ സമൂഹത്തെ കൊണ്ടെത്തിച്ചു. ഞങ്ങളുടെ ചർച്ചിലുണ്ടായ ഒരു അനുഭവത്തെ കുറിച്ച് ഞാൻ പറയാം. ഞങ്ങളുടെ ചർച്ചിൽ 10ാം ക്ലാസ് വരെ പഠിച്ച് ജീവിച്ചിരുന്ന ഒരു കൊച്ച്, വളരെ ഒരു ഗ്രാമീണ അന്തരീക്ഷത്തിൽ വളർന്നൊരു കൊച്ചാ, നല്ല ആത്മീയ അന്തരീക്ഷത്തിലൊക്കെ പോയൊരു കൊച്ച്. അവള് കോളേജിൽ പഠിക്കേണ്ട കാലമായപ്പോൾ അവളെ കോളേജിൽ കൊണ്ട് ചേർത്തു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ, ഈ കോളേജിൽ പോകുന്നതിന് മുമ്പ് 10ാം ക്ലാസ്സിലോ എവിടെയോ വെച്ച് ഞങ്ങളുടെ തന്നെ ചർച്ചിലുള്ള ഒരു പയ്യൻ ഇടയ്ക്ക് വെച്ച് അവളോട് ഇങ്ങനെ, എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് അങ്ങാണ്ട് പറഞ്ഞിരുന്നു. അവരുടെ വീടിന്റെ ആരോ ഒരു വീടിന് പണികൾക്ക് വേണ്ടി എല്ലാവരും കൂടി ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പോയ സമയത്ത് ഇവളെ ഇഷ്ടമാണെന്ന് അങ്ങോട്ട് ചെറുക്കം പറഞ്ഞിരുന്നു. കാലങ്ങൾ കഴിഞ്ഞു, സമയം കഴിഞ്ഞു, ഇതൊന്നും മൈൻഡ് ചെയ്തില്ല. അവള് മൈൻഡ് ചെയ്തില്ല, അവൾക്ക് ഇഷ്ടമായിരുന്നില്ല, കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഇവള് കോളേജിൽ ചെന്നപ്പോൾ അവൾ നോക്കിയപ്പോ കൂട്ടത്തിലുള്ള എല്ലാ പിള്ളേർക്കും ബോയ് ഫ്രണ്ട് ഉണ്ട്. ഇവളൊരു പെൺകുട്ടികളുടെ കോളേജിലാണ് പഠിക്കുന്നത്. കൂട്ടുകാരെല്ലാവരും 10 മണി കഴിഞ്ഞാൽ ആരുമായിട്ടായാലും ഫോണിൽ ബിസി ആയിരിക്കും. അത് കഴിഞ്ഞപ്പോൾ ഇവള് പതുക്കെ നമ്പർ എടുത്തു. ചർച്ചിന്റെ ഗ്രൂപ്പിൽ നിന്ന് അവൾ ആ പയ്യന്റെ നമ്പർ എടുത്തു. ആദ്യം പറഞ്ഞ വാക്കൊക്കെ ഓർമ്മയുണ്ട്. ഇവൾ ആ പയ്യനുമായിട്ട് കണക്ട് ആയി. ചുരുക്കി പറയട്ടെ, വലിയ പ്രശ്നമായി. അവസാനം ഇവളെ വിളിച്ച് കൗൺസിൽ ചെയ്ത് ചോദിച്ചപ്പോൾ അവള് പറഞ്ഞ ഇതാ, എന്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ബോയ് ഫ്രണ്ടും ഗേൾ ഫ്രണ്ടും ഉണ്ട്, എനിക്ക് മാത്രമില്ല, അതുകൊണ്ട് ഞാനും ട്രൈ ചെയ്തു. നോക്കിയേ, ഇന്നത്തെ സമൂഹം പോകുന്ന ഒരു മൈൻഡ് സെറ്റപ്പ് ഞാൻ പറഞ്ഞത്. സോഷ്യൽ കൾച്ചർ അങ്ങനെ മനുഷ്യനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. ദൈവമക്കളെ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, നമ്മുടെ സമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഇവിടെ ഞാൻ ചോദിക്കുന്ന ചോദ്യം ഇതാ, ബോയ് ഫ്രണ്ട്, ഞങ്ങൾ ഈ യൂത്ത് മീറ്റിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ഉച്ച കഴിഞ്ഞ സെഷനൊക്കെ പിള്ളേരെ ഉറങ്ങാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ ഗ്രൂപ്പ് ഡിസ്കഷൻ വെക്കാറുണ്ട്. അപ്പം ഈ പിള്ളേരുടെ മനസ്സിലുള്ള സംശയം ചോദിക്കാൻ വേണ്ടിയിട്ട് പേപ്പർ കൊടുക്കും, അവരെഴുതി തരും. നിങ്ങൾക്കറിയാമോ, ഞാൻ പലപ്പോഴും അതിശയിച്ചു പോയിട്ടുണ്ട്. 50 ക്വസ്റ്റ്യൻ വന്നാൽ അതിനകത്തൊരു 40 ക്വസ്റ്റ്യനും ഇതുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും. പാസ്റ്ററെ, അത് ദൈവമാണെന്ന് എങ്ങനെ അറിയാം? ഇതെങ്ങനെ എനിക്ക് മുമ്പോട്ട് ഇങ്ങനെയുള്ള തുടങ്ങിയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഞാൻ പറഞ്ഞത്,
മനുഷ്യൻ ഇതിനകത്ത് വളരെ, പ്രത്യേകിച്ച് ഇന്നത്തെ തലമുറ മുഴുവൻ ഇതില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല എന്നുള്ളൊരു കൾച്ചറിലേക്ക് വന്നിരിക്കുക. ഇനി പണ്ടൊക്കെ ഈ ബ്രേക്കപ്പ് ആകുക എന്ന് പറഞ്ഞാൽ, ഒരു ബന്ധം പിരിയുക എന്ന് പറഞ്ഞാൽ അതൊക്കെ വളരെ സങ്കടമുള്ള കാര്യമായിരുന്നു. ഇന്ന് കേക്ക് കട്ട് ചെയ്യുന്നതിനെ ആഘോഷിക്കുന്ന കൾച്ചറിലേക്ക് നമ്മൾ വന്നു. നമ്മുടെ തലമുറ കാണിക്കുന്ന പരിപാടികളാണ്. ക്രേസിനെസ് എത്രമാത്രം കാണിക്കാമോ അതിലേക്ക് യുവതലമുറ പോയിക്കൊണ്ടിരിക്കുക. ക്രേസിനെസ് ഇല്ലാതെ ലൈഫിൽ എന്നുള്ളൊരു ചിന്തയിലേക്ക് സമൂഹം വന്നു. ഓക്കെ, ഞാൻ വിശദീകരിച്ച് പറയാൻ സമയമില്ലാത്തതുകൊണ്ട് പോകട്ടെ, മുൻപോട്ട് പോകട്ടെ. ഞാൻ പറഞ്ഞതാ, ബോയ് ഫ്രണ്ടിന്റെ പുറകെ പോകുന്ന ഒരാള്, ഗേൾ ഫ്രണ്ടിന്റെ പുറകെ പോകുന്ന ഒരാള്, ഞാൻ അത് പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. യുവജനങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് മുമ്പ് ഞാൻ ചോദിക്കുന്ന ഒരു മറുപടി ഇതാ: നിനക്കൊരു ഗേൾ ഫ്രണ്ട്, ബോയ് ഫ്രണ്ട് ഉണ്ടെന്നിരിക്കട്ടെ, നീ ദൈവത്തെ പറ്റി ചിന്തിക്കുമോ? നിനക്ക് പ്രാർത്ഥിക്കാൻ സമയമുണ്ടോ? നിനക്ക് ബൈബിൾ വായിക്കാൻ സമയമുണ്ടോ? ഇല്ല. കിട്ടുന്ന സമയം മുഴുവൻ ആ വ്യക്തിയോട് സംസാരിച്ചുകൊണ്ട് അങ്ങനെ സമയം ചെലവഴിക്കും. സോ അൾട്ടിമേറ്റ്ലി എന്താ സംഭവിക്കുന്നത്? ദൈവത്തിൽ നിന്ന് മനുഷ്യൻ ഡിസ്കണക്ട് ആയി പോകുന്നു. ദൈവത്തോടുള്ള ഏകാഗ്രത വിട്ടുപോകുന്നു. വേറൊരു വ്യക്തിയോട് ഏകാഗ്രതയാകുന്നു. നിർമ്മലത വേറൊരു വ്യക്തിയോടായി പോകുന്നു. ദൈവത്തിൽ നിന്നുള്ള നിർമ്മലത വിട്ടുപോകുന്നു. സൈറ്റാനിക് സ്ട്രാറ്റജി നാം മനസ്സിലാക്കിയേ പറ്റൂ. അടുത്തത് ജോബ് ആൻഡ് മണി. ചില ആൾക്കാരുടെ അകത്തേക്ക് പൈസ എന്നുള്ള ഒരു ചിന്ത കൊണ്ടുവന്നിടുന്നു പിശാച്. ഈ പൈസ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് കൊണ്ട് സംഭവിക്കുന്നത് എന്താണെന്നറിയാമോ? പ്രാർത്ഥിക്കാൻ സമയമില്ല, പള്ളി പോകാൻ സമയമില്ല, ആരാധിക്കാൻ സമയമില്ല, ബൈബിൾ വായിക്കാൻ സമയമില്ല. ബിസിയാ. എല്ലാവരും, നല്ല ശതമാനം ആൾക്കാരോട് ചോദിച്ചേ, ബിസിയാ? എന്താ ബിസി? അവര് ജോലി ചെയ്യാൻ ബിസിയാ. എന്തിനാ ജോലി ചെയ്യുന്നത്? എനിക്ക് കൂടുതൽ പൈസ ഉണ്ടാക്കണം. മനുഷ്യൻ പലപ്പോഴും മറന്നു പോകുന്ന ഒരു കാര്യം, എനിക്ക് പ്രാർത്ഥനയും ആത്മീക കാര്യങ്ങളും അത്യാവശ്യമാണെന്ന് മനുഷ്യൻ മറന്നു പോകുന്നു. പൈസ ഉണ്ടാക്കാനുള്ള തത്രപ്പാടിൽ ഓടുന്നു. അൾട്ടിമേറ്റ്ലി എന്ത് സംഭവിക്കുന്നു? ഞാൻ ബിസി ആണെന്ന് പറയുന്നു, ബോസ് വഴക്ക് പറയും, അതുകൊണ്ട് ബിസിയായി. ബിസിയുള്ള പുള്ളിക്ക് പ്രാർത്ഥിക്കാൻ സമയമില്ല, ആത്മീക ആരാധനയ്ക്ക് സമയമില്ല, പള്ളി പോകാൻ പോലും സമയമില്ല. അൾട്ടിമേറ്റ്ലി എന്ത് സംഭവിച്ചു? ദൈവത്തിൽ നിന്ന് ഡിസ്കണക്ട് ആയി. ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് പലപ്പോഴും അകന്നു പോകുന്നു, നിർമ്മലത വിട്ടുപോകുന്നു. എവിടെ? ഇതിനൊന്നും സമയമില്ല. ആത്മീയ കാര്യങ്ങൾക്ക് സമയമില്ലാത്തൊരു ഒരു സിസ്റ്റത്തിലേക്ക് നമ്മൾ വന്നു എന്ന് പറയാതിരിക്കാൻ സാധ്യമല്ല. അടുത്തത്, പല സാധാരണ പൊതുവെ ആൾക്കാർ ചെയ്യുന്ന ഒരു വലിയ പ്രശ്നം, സ്ക്രീൻ അഡിക്ഷനിലേക്ക് മനുഷ്യൻ പോകുന്നു. സ്ക്രീൻ അഡിക്ഷൻ, അല്ലെങ്കിൽ എന്തെങ്കിലും വീഡിയോ കാണുന്നതിന്റെ അഡിക്ഷൻ, അല്ലെങ്കിൽ മുമ്പേ പറഞ്ഞതുപോലെ എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റി, സോഷ്യൽ ആക്ടിവിറ്റി ചെയ്ത് ഇന്റർനെറ്റിന്റെ മുമ്പിൽ സമയം ചെലവാക്കുന്നു. ഇങ്ങനെ ഇന്റർനെറ്റിന് മുമ്പിൽ സമയം ചെലവാക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇവന് ദൈവമായിട്ട് കണക്ട് ആകാൻ സമയമില്ല, ദൈവമായിട്ട് ബന്ധപ്പെടാൻ സമയമില്ല. ഫോർ എക്സാമ്പിൾ, ചില ആൾക്കാർക്ക് ഈ കോമഡി കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഇവര് കോമഡി തന്നെ കണ്ടോണ്ടിരിക്കും. ചില ആൾക്കാർക്ക് ഫണ്ണി വീഡിയോസ് ഭയങ്കര ഇഷ്ടമാണ്. ഇത് തന്നെ ഈ ഫേസ്ബുക്കിനകത്ത്, യൂട്യൂബിനകത്തൊക്കെ ഒരു അൽഗോരിതം അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. നമ്മൾ എന്ത് കാര്യം കാണുന്നോ അത് തന്നെ റിപ്പീറ്റ് ആയിട്ട് വീണ്ടും കിട്ടിക്കൊണ്ടിരിക്കും. ഇത് തന്നെ കണ്ടോണ്ടിരിക്കുന്നു. മണിക്കൂറുകൾ പോകുന്നത് നമുക്കറിയത്തില്ല. പലപ്പോഴും നമുക്ക് തന്നെ അനുഭവമുള്ള കാര്യമായത്. മണിക്കൂറുകൾ നമ്മൾ ഇതിന് മുമ്പിൽ ഇരിക്കും. ഇത് കഴിയുമ്പോൾ പറയും, അയ്യോ എന്റെ സമയം പോയല്ലോ. ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് വലിയ പാപമാണെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഇതൊക്കെ ചിന്തിച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ സമയം വേസ്റ്റ് ആകുന്നു. നമ്മൾ ദൈവവുമായിട്ട് കണക്ട് ആകാൻ, പ്രാർത്ഥിക്കാൻ, വചനം വായിക്കാൻ ഒക്കെ നമ്മൾ മറന്നു പോകുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അൾട്ടിമേറ്റ്ലി സംഭവിക്കുന്ന ഇത്രയേ ഉള്ളൂ. ദൈവമായിട്ട് നമ്മൾ ഡിസ്കണക്ട് ആകുന്നു, ഏകാഗ്രത നഷ്ടപ്പെട്ടു പോകുന്നു, നിർമ്മലത നഷ്ടപ്പെട്ടു പോകുന്നു. ഓക്കെ, അടുത്തൊരു കാര്യത്തിലേക്ക് വേഗത്തിൽ പോകട്ടെ. അൺക്ലീൻ പ്രാക്ടീസസ്. ഇന്ന് യുവതലമുറയുടെ ഇടയിൽ ഏറ്റവും കൂടുതലുള്ള മറ്റൊരു പ്രശ്നമാണ് അൺക്ലീൻ പ്രാക്ടീസസ്. അൺക്ലീൻ ആയിട്ടുള്ള കാര്യങ്ങൾ അവരെ കൊണ്ട് പ്രാക്ടീസ് ചെയ്യിക്കുക. ഞാനത് വിശദീകരിച്ച് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ജഡത്തെ മലിനമാക്കുന്ന പ്രവൃത്തികൾ, ലിവിങ് ടുഗദർ തുടങ്ങി അങ്ങോട്ട് ഞാനൊന്നും പേരെടുത്ത് പറയുന്നില്ല. ദൈവദാസന്മാരായതുകൊണ്ട്, ദൈവമക്കളായതുകൊണ്ട് നിങ്ങൾക്കതറിയാം. ശരീരത്തെ വഷളാക്കുന്ന, അൺക്ലീൻ ആക്കുന്ന കാര്യങ്ങൾ, അത് ടാറ്റു ഉൾപ്പെടെ, പിയേഴ്സിംഗ് ഉൾപ്പെടെ, അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. മുമ്പ് പറഞ്ഞതുപോലെ ക്രേസി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്, അങ്ങനെയുള്ള ബിഹേവിയർ, അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ. സോ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇത്രയേ ഉള്ളൂ. അൺക്ലീൻ പ്രാക്ടീസസ് ഉള്ള ഒരു ബോഡിയിൽ വിശുദ്ധനായ ദൈവത്തിന് വസിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ദൈവത്തിന് വചനം പറഞ്ഞത്, ഞാൻ വിശുദ്ധനാകാൻ നിങ്ങൾ വിശുദ്ധരായിരിപ്പീൻ. സോ അൺക്ലീൻ പ്രാക്ടീസസ് ചെയ്യുന്ന ഒരാൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യത്തെ വഹിക്കാൻ പറ്റത്തില്ല. ദൈവത്തിന്റെ മഹത്വത്തെ വഹിക്കാൻ പറ്റത്തില്ല. ഇന്ന് പകൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞാനും എന്റെ ശരീരത്തെ, എന്റെ ആത്മാവിനെ, എന്റെ പ്രാണനെ ഞാൻ സമർപ്പിക്കുന്നു. അൺക്ലീൻ പ്രാക്ടീസസ് എന്റെ ശരീരത്തുണ്ടാകാൻ പാടില്ല. അശുദ്ധമായ ഒരു പ്രവൃത്തികളും എന്റെ ശരീരത്തുണ്ടാകാൻ പാടില്ല. ഞാൻ ദൈവത്തിന്റെ മഹത്വം വഹിക്കുന്ന വ്യക്തിയാണ്. ഹല്ലേലൂയ. ഒരു കാര്യം വേഗത്തിൽ പറഞ്ഞ് ഞാൻ മുൻപോട്ട് പോകാം. പുറപ്പാട് പുസ്തകത്തിൽ ദൈവം ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞു: നിങ്ങളുടെ ദേശം അശുദ്ധമാക്കരുത്, ഞാൻ അധിവസിക്കുന്നത് നിങ്ങളുടെ ദേശത്തല്ലോ. നിങ്ങളുടെ ദേശം അശുദ്ധമാക്കരുത്. ദൈവം പറഞ്ഞ കാര്യമാണ്, ദേശം അശുദ്ധമാക്കരുത്. ആ വാക്യം വായിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ കുറെ നേരം ഇരുന്ന് ചിന്തിക്കുകയുണ്ടായി. ദൈവം പറഞ്ഞ പല കാര്യങ്ങളും ഒന്ന് കണക്ട് ചെയ്ത് നോക്കണമേ. ഒന്ന്, ദേശം അശുദ്ധമാക്കരുത്. ഒന്ന്, നിങ്ങളുടെ ശരീരം അശുദ്ധമാക്കരുത്. മറ്റൊന്ന്, ദൈവം വസിക്കുന്ന നമ്മുടെ വീട് പോലും അശുദ്ധമായിരിക്കരുത്.
ദൈവത്തിന് മഹത്വം ഇറങ്ങുന്ന സ്ഥലമാണ്. ദൈവം ഇസ്രായേലിനോട് പറഞ്ഞു, ദേശം, ഞാൻ ഇറങ്ങുന്ന ദേശം അശുദ്ധമാകരുത് എന്ന്. അങ്ങനെയാണെങ്കിൽ ദൈവ സാന്നിധ്യം വസിക്കുന്ന നമ്മുടെ വീടുകൾ വിശുദ്ധമായിരിക്കണ്ടേ? നമ്മുടെ ശരീരങ്ങൾ വിശുദ്ധമായിരിക്കണ്ടേ? അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, നിങ്ങളുടെ ശരീരങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുക, നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? അടുത്തൊരു സ്ട്രാറ്റജി, പിശാചിന്റെ ഈവിൾ സ്ട്രാറ്റജി, പെർസിക്യൂഷൻ. ഈ പരിപാടികൾ ഒന്നും നടന്നില്ലെങ്കിൽ സഭയെ പെർസിക്യൂട്ട് ചെയ്യുക, ഇതിലൂടെ ജനത്തെ പുറകോട്ട് പറഞ്ഞു വിടുക, പിശാചിന്റെ സ്ട്രാറ്റജി. പക്ഷേ ഈ പ്രശ്നങ്ങൾക്കകത്തും ഒക്കെ നിലനിൽക്കുന്ന ദൈവജനത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അടുത്തൊരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഫാൾസ് ടീച്ചിങ്. ദൈവസഭയ്ക്കകത്ത് ഇന്ന് ഏറ്റവും കൂടുതൽ ദൈവസഭ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഫാൾസ് ടീച്ചിങ്. ദുരുപദേശങ്ങൾ സഭയ്ക്കകത്ത് കയറി. ദുരുപദേശങ്ങളിലൂടെ സംഭവിക്കുന്നത് എന്താണെന്നറിയാമോ? ദൈവമായിട്ട് മനുഷ്യനെ ഡിസ്കണക്ട് ചെയ്യുക. ദൈവിക ബന്ധങ്ങളിൽ നിന്ന്, സഭയ്ക്കകത്താണ് ഇരിക്കുന്നത്, ദൈവവചനമോ വായിക്കുന്നത്, ദൈവവചനമോ പ്രസംഗിക്കുന്നത്, പക്ഷേ ദുരുപദേശങ്ങൾ സഭയ്ക്കകത്ത് കടത്തിവിട്ട് മനുഷ്യനെ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നകറ്റി കളയുന്നു. 1-2 ഉദാഹരണങ്ങൾ ഞാൻ പറയാം. ഒന്ന്, മനുഷ്യൻ പറയുന്നു ഹൈപ്പർ ഗ്രേസ് തിയോളജി. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, പല ദൈവസ്മാർക്കും അതറിയാം. ഹൈപ്പർ ഗ്രേസ് തിയോളജി എന്താ പറയുന്നത്? നീ ചെയ്യാനിരിക്കുന്ന, അടുത്ത വർഷം ചെയ്യാൻ പോകുന്ന പാപത്തിനും കൂടെ വേണ്ടിയാ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ചത്. ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ സത്യമല്ലേ? ചിന്തിച്ചു നോക്കിയാൽ സത്യമാ. അടുത്ത വർഷം ഞാനൊരു പാപം ചെയ്താൽ അതും ദൈവത്തോട് ചോദിച്ചാൽ ദൈവം ക്ഷമിക്കത്തില്ലേ? അപ്പൊ അതുകൊണ്ട് എന്താ ഇവര് പറയുന്നതെന്ന് അറിയാമോ? നിങ്ങളുടെ എക്കാലത്തേക്കുമുള്ള പാപത്തിന് വേണ്ടി യേശു മരിച്ചിരിക്കുക. അതുകൊണ്ട് പാപത്തെ പറ്റി ഡോണ്ട് വറി. ഇനി വിദേശങ്ങളിലുള്ള ഒരു ടീച്ചിങ് പറയാം. നമ്മൾ പാപം ചെയ്താൽ ദൈവം ക്ഷമിക്കും. ദൈവം ദയാലുവായ ദൈവമാണ്. അതുകൊണ്ട് ഒരു പാപം ചെയ്താൽ ഏറ്റു പറഞ്ഞാൽ മതി, അന്നേരം ക്ഷമിക്കും. എന്ന് പറഞ്ഞാൽ എൻകറേജ് ചെയ്തോ കുഴപ്പമില്ലെന്ന്. ചെയ്തോ കുഴപ്പമില്ല, ഏറ്റു പറഞ്ഞാൽ മതി. ചിലർ പറയുന്നു ഏറ്റു പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, ഒരു പ്രാവശ്യത്തേക്ക് കർത്താവ് മൊത്തം ക്ഷമിച്ചിരിക്കുക, നമ്മളിത് ചെയ്യുമെന്ന് കർത്താവിന് അറിയാം. തിയോളജിയ. ഇനി മറ്റൊന്ന്, ഏറ്റവും ഖത്തർനാക്കായിട്ടുള്ള, വളരെ എന്താ പറയുന്നത്, ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സംഭവം. ഇന്ന് പല ദൈവസഭകളിലും പലരും അന്യഭാഷയിൽ വിശ്വസിക്കുന്നില്ല, പരിശുദ്ധാത്മാവിന്റെ ക്രിയേഷനിൽ, പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങളിൽ വിശ്വസിക്കുന്നില്ല, കൃപാവരങ്ങളിൽ വസിക്കുന്നില്ല. ഞാൻ കഴിഞ്ഞ ദിവസം സൗത്ത് ആഫ്രിക്കയിൽ പോയി ഇങ്ങനെ പ്രസംഗിച്ചു. ആ പ്രസംഗത്തിന്റെ വീഡിയോ യൂട്യൂബിലുണ്ടായിരുന്നു. അമേരിക്കയിൽ നിന്നുള്ള എൻ്റെ ഒരു ഫ്രണ്ട്, വളരെ നാളുകളായിട്ട് ഞങ്ങൾ സുഹൃത്തുക്കളാണ്. ആ വീഡിയോ കണ്ട് ഞാൻ അതിനകത്ത് മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് പരിശുദ്ധാത്മാവിന്റെ വലിയ മൂവ് ഉണ്ടായിരുന്നു. കർത്താവ് ആൾക്കാരെ തൊട്ടു. ആൾക്കാര് കുറച്ചുപേരൊക്കെ മറിഞ്ഞു വീണു. കുറച്ച് ആൾക്കാർ അന്യഭാഷ പറയാൻ തുടങ്ങി. യുവജനങ്ങളൊക്കെ കരയാൻ തുടങ്ങി. ഭയങ്കര ദൈവ സാന്നിധ്യം. ഞാനതിനിടയ്ക്ക് അന്യഭാഷ പറയുന്നുണ്ട് മൈക്കിൽ കൂടെ. അത് കേട്ടിച്ച് പറയുക, ഇത് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയല്ലെന്ന് പറഞ്ഞ് എന്നെ അൺഫ്രണ്ട് ചെയ്തിട്ട് പോയി. ഞാൻ പറഞ്ഞു, ഐ ഡോണ്ട് കെയർ. പരിശുദ്ധാത്മാവ് എന്റെ അകത്തുണ്ടെന്ന് എനിക്കറിയാം. പരിശുദ്ധാത്മാവ് എന്നിലൂടെ പ്രവർത്തിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. എനിക്ക് ആരുടെയും സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമില്ല. പ്രൈസ് ദി ലോർഡ്. നമ്മളെ തന്നെ പുകഴ്ത്തുന്നതല്ല. പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയെ അംഗീകരിക്കാത്ത ഒരു സമൂഹം ഇന്ന് സഭകളിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുക, പ്രത്യേകിച്ച് നമ്മുടെ യുവതലമുറകൾ. കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ ഒരു ചർച്ചില് ഒരു മീറ്റിങ്ങിന് വേണ്ടി, യൂത്ത് മീറ്റിങ്ങിന് വേണ്ടി കഴിഞ്ഞ 15-ാം തീയതി എന്നെ വിളിച്ചു. അവരെന്നെ വിളിച്ചതിന്റെ പിന്നിലെ ഉദ്ദേശം ഇതാ: പാസ്റ്ററെ, ഇവിടുത്തെ യുവജനങ്ങൾ ആരും പരിശുദ്ധാത്മാഭിഷേകത്തിൽ വിശ്വസിക്കുന്നില്ല, പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയിൽ വിശ്വസിക്കുന്നില്ല, കൃപാവരങ്ങളിൽ വിശ്വസിക്കുന്നില്ല. ദയവായി അതിനെ ഒന്ന് അഡ്രസ് ചെയ്ത് സംസാരിക്കണം, അതിനുവേണ്ടി ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവകൃപയാൽ ഞാൻ പറഞ്ഞത്, അവിടെ പരിശുദ്ധാത്മാവിനാൽ അനേകരെ ദൈവം നിറച്ചു. അനേക കുഞ്ഞുങ്ങൾ ദൈവത്തിൽ നിന്ന് കരയാൻ തുടങ്ങി. അനേകർ ദൈവത്തിൽ ജീവൻ സമർപ്പിക്കാൻ തുടങ്ങി. പറഞ്ഞത് സഭയിൽ ഇന്ന് പൊതുവായി കണ്ടുവരുന്ന ഒരു കാര്യമാണ്. പരിശുദ്ധാത്മാവിന്റെ കാര്യം എന്താ? യേശു പറഞ്ഞത് എന്താണ്? പഴയ നിയമത്തിൽ പരിശുദ്ധാത്മാവിനെ നമ്മളൊരു ശക്തിയായി കാണുന്നു, പഴയ നിയമത്തിൽ പരിശുദ്ധാത്മാവിനെ നമ്മളൊരു ആത്മാവായി കാണുന്നു. എന്നാൽ പുതിയ നിയമത്തിൽ പരിശുദ്ധാത്മാവിനെ ദൈവം ഒരു വ്യക്തിയായിട്ടാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്, ഒരു പേഴ്സണായിട്ടാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ആ വ്യക്തി നമ്മുടെ കൂടെ ഉണ്ട്. ആ വ്യക്തിയുമായിട്ട് എന്നും നമ്മൾ കണക്ട് ആയിരിക്കുക, ആ വ്യക്തിയുടെ കൂടെ ജീവിക്കുക. അതാണ് പുതിയ നിയമത്തിന്റെ ഏറ്റവും വലിയ പദ്ധതി. പരിശുദ്ധാത്മാവില്ലെന്ന് പറഞ്ഞാൽ തീർന്നില്ല ഈ പരിപാടിയെല്ലാം. ദൈവസാന്നിധ്യത്തിലേക്ക് നമ്മളെ അടുപ്പിക്കാൻ കഴിയാതെ നമ്മളെ അകറ്റിക്കളയുന്ന പല പൈശാചിക മണ്ഡലങ്ങളും ഇന്ന് ദൈവസഭയ്ക്കകത്തും ആക്റ്റീവാ. ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ കൺട്രോളിലുള്ള കുഞ്ഞുങ്ങൾ, നമ്മുടെ സഭയിലുള്ള കുഞ്ഞുങ്ങൾ, നമ്മുടെ സഭയിലുള്ള ദൈവജനം ദൈവമായിട്ട് അടുക്കട്ടെ. ഞാൻ ദൈവദാസന്മാരോട് പറയാറുണ്ട്, നമ്മളൊരു പ്രസംഗം തയ്യാറാക്കിയാൽ പോലും നമ്മുടെ പ്രസംഗത്തിന്റെ വൈഭവം കാണിക്കാനല്ല നമ്മൾ പ്രസംഗം ഉണ്ടാക്കുന്നത്. നമ്മുടെ പ്രസംഗത്തിന്റെ അൾട്ടിമേറ്റ് ഗോൾ ഒന്നേ ഉള്ളൂ: ഈ ജനത്തെ ദൈവമായിട്ട് റീകണക്ട് ചെയ്യുക, റീസ്റ്റാബ്ലിഷ് ചെയ്യുക, അവരെ റീകൺസിൽ ചെയ്യുക, അവരെ റിസ്റ്റോർ ചെയ്യുക. അതാണ് നമ്മുടെ പ്രസംഗത്തിന്റെ പർപ്പസ്.
നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഇന്ന് എന്റെ ഈ മെസ്സേജിന്റെ പർപ്പസ് അത്രയേ ഉള്ളൂ. ഗെറ്റ് കണക്ട് ബാക്ക് ടു ഗാഡ്. ദൈവമായിട്ട് നമുക്ക് ഒരുമിച്ച് കണക്ട് ആകാൻ കഴിയട്ടെ. നമ്മുടെ നിർമ്മലത കുറെ കൂടെ ഒന്ന് വർദ്ധിക്കട്ടെ. നമ്മുടെ ഏകാഗ്രത ദൈവത്തോടുള്ളത് ഒന്നുകൂടെ വർദ്ധിക്കുവാനിടയാകട്ടെ. നമ്മെ തന്നെ ഒരുമിച്ച് ഒരിക്കൽ കൂടെ ദൈവത്തിനെ സമർപ്പിക്കാം. എന്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. കർത്താവ് പറഞ്ഞു, പരിശുദ്ധാത്മാവ് വരും, അവൻ നിങ്ങളുടെ കൂടെ ഇരിക്കും, അവൻ നിങ്ങളെ എന്നേക്കും വഴി നടത്തും, അവൻ നിങ്ങളെ ഉപദേശിച്ചു തരും, അവൻ നിങ്ങളെ അഡ്വക്കേറ്റ് ചെയ്യും, അവൻ നിങ്ങളെ സഹായിക്കും. ഹീസ് എ ഹെൽപ്പർ. അവൻ നിങ്ങളെ കംഫോർട്ട് ചെയ്യും. ആ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിലുണ്ട്. ആ പരിശുദ്ധാത്മാവായിട്ട് കണക്ട് ആയിട്ടിരിക്കുക. ദൈവത്തിന്റെ അൾട്ടിമേറ്റ് പർപ്പസ് അതാണ്. നമ്മൾ തുടക്കത്തിൽ വായിച്ച വാക്യത്തിലേക്ക് ഞാൻ പറയട്ടെ. ക്രിസ്തുവിനോടുള്ള നിർമ്മലതയും ഏകാഗ്രതയും വിട്ട് നമ്മുടെ ഹൃദയം വഷളായി പോകുമോ എന്ന് പൗലോസ് ഭയപ്പെടുകയാണ്. അത് ദൈവത്തിന്റെ കൂടെ ഒരു ഭയമാണ്. നമുക്കും ഇന്ന് ആ ഭയം ഉണ്ടാകട്ടെ. നമ്മുടെ കുഞ്ഞുങ്ങളെ ഓർത്ത്, നമ്മുടെ ജീവിതത്തെ ഓർത്ത്, നമ്മുടെ സഭയെ ഓർത്ത് നമുക്കും ആ ഒരു ചിന്ത ഉണ്ടാകട്ടെ. കർത്താവേ, ഇവർ ദൈവത്തെ വിട്ട് അകന്നു പോകാൻ പാടില്ല. ഇവർ ദൈവത്തെ വിട്ട് അകന്നു പോകാൻ പാടില്ല. ദൈവത്തോടുള്ള നിർമ്മലത വിട്ടു പോകാൻ പാടില്ല. ലോകം നല്ലതാണ്, ലോകത്തിലുള്ള കാര്യങ്ങൾ വലുതാണെന്ന് ചിന്തിച്ച് ആ രീതിയിൽ പോകാതെ ദൈവത്തിലേക്ക് വരുവാൻ ദൈവം അവരെ സഹായിക്കട്ടെ. ഒപ്പം ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ കണ്ണുകളെ അടയ്ക്കാം. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ഈ സമയം അനുസരിച്ച് പ്രിയ കർത്താവിന്റെ ദാസനോട്, പ്രത്യേകിച്ച് പ്രിയ വിൽസൺ